ഭക്തിദക്ഷിണയിലേക്ക് ഏവർക്കും സ്വാഗതം. നവരാത്രി പൂജകൾ ആരംഭിക്കാനിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് നവരാത്രി പൂജയുടെ ഓരോ ദിവസത്തെയും പ്രാർത്ഥനകളെയും ഓരോ ദിവസം ചൊല്ലേണ്ട മന്ത്രങ്ങളെയും ആരാധനാക്രമങ്ങളെയും കുറിച്ച് സംസാരിക്കാം. ഹിന്ദുക്കൾക്കിടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ആഘോഷമാണ് നവരാത്രി. 9 രാത്രിയും 10 പകലും ദുർഗാദേവിയുടെ 9 അവതാരങ്ങളെ പൂജിച്ചും പ്രാർത്ഥിച്ചുമാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ വിജയമാണ് ഈ ആഘോഷത്തിന്റെ കാതൽ. നവരാത്രി കാലം ഭാരതത്തിലുടനീളം ദേവീ പൂജയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ആചരിച്ചു പോരുന്നത്. പല രൂപത്തിലും ഭാവത്തിലുമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നവരാത്രി കൊണ്ടാടുന്നത്. ബംഗാളിൽ കാളിയാണ് ആരാധനാമൂർത്തി. കർണാടകത്തിൽ ചാമുണ്ടേശ്വരി പൂജയാണ് മുഖ്യം. അങ്ങനെ നോക്കുമ്പോൾ പല ഭാഗങ്ങളിലും ആയുധപൂജയ്ക്കാണ് പ്രാധാന്യം. കേരളത്തിലാണെങ്കിൽ സരസ്വതി പൂജയ്ക്കാണ് പ്രാധാന്യം നൽകി വരുന്നത്. നവരാത്രി ദിവസങ്ങളിൽ പ്രാർത്ഥനകൾ നടത്തുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹങ്ങളും വിജയങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി ഉണ്ടാകും എന്നതാണ് വിശ്വാസം. മന്ത്രങ്ങൾ ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുകയും നമ്മെ ആത്മസുഖത്തിലേക്കും സമാധാനത്തിലേക്കും എത്തിക്കുകയും ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. അതിനാലാണ് വേദങ്ങളും മറ്റും മന്ത്രങ്ങൾക്ക് അനന്ത പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇതിനാലാണ് മന്ത്രങ്ങൾ ജപിക്കുന്നവർക്ക് മനസ്സിന് ഏകാഗ്രതയും ആത്മജ്ഞാനവും കൈവരിക്കാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നവരാത്രി ദിവസം മന്ത്രജപം നടത്തുന്നത് വളരെ പ്രധാനമാണ്. ഇത് ദേവിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുന്നതിനു കൂടി വേണ്ടിയാണ്. ഭക്തിയുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന 9 പ്രത്യേക മന്ത്രങ്ങൾ 9 വ്യത്യസ്ത ദിവസങ്ങളിൽ ജപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓരോ ദിവസവും ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. നവരാത്രി 1-ാം ദിവസം ശൈലപുത്രി ദേവി മന്ത്രം. സർവാഭീഷ്ട സിദ്ധിക്കായി ദേവിയെ ഭജിക്കേണ്ട മന്ത്രമാണിത്. ഓം ദേവി ശൈലപുത്രിയേ നമഃ. വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർത്ഥകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീ യശസ്വിനീം. നവരാത്രിയിൽ ഓരോ ദിനവും ഓരോ ദുർഗയെയാണ് ആരാധിക്കുന്നത്. ദേവി ശക്തിയുടെ അവതാരമാണ് ദുർഗ. ദുർഗാദേവിയുടെ ഏറ്റവും പാവനമായ രൂപമാണ് നവദുർഗ എന്നാണ് വിശ്വാസം. നവദുർഗാഭാവങ്ങളിൽ ആദ്യത്തെ രൂപം ശൈലപുത്രിയുടേതാണ്. നവരാത്രിയുടെ ആദ്യ ദിനത്തിൽ ദുർഗാദേവിയെ ശൈലപുത്രി രൂപത്തിൽ ആരാധിക്കുന്നു. സംസ്കൃതത്തിൽ ശൈൽ എന്നാൽ പർവ്വതം എന്നാണ് അർത്ഥം. ശൈലപുത്രി പർവ്വത രാജാവായ ഹിമവാന്റെയും മേനാദേവിയുടെയും മകളാണ് എന്നാണ് വിശ്വാസം. ശൈലം എന്നാൽ പർവ്വതം അല്ലെങ്കിൽ ഹിമാലയം എന്നാണ് അർത്ഥം. ഈ ദേവിയെ സതി, ഭവാനി, പാർവതി, ഹൈമവതി തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു. അതിനാൽ ഇതിനെ ദേവി പാർവതി ഹേമവതി ധ്യാന മന്ത്രം എന്നും അറിയപ്പെടുന്നു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ദിവ്യശക്തികൾ ഒന്നായി പ്രകടമാകുന്ന രൂപമാണ് ശൈലപുത്രിയുടേത്. ഒരു കൈയിൽ ശൂലവും മറുകൈയിൽ താമരയുമേന്തി തന്റെ വാഹനമായ കാളയുടെ പുറത്ത് ഉപവിഷ്ടയായിരിക്കുന്നതാണ് ദേവിയുടെ വിശിഷ്ട രൂപം. യാഗാഗ്നിയിൽ ദഹിച്ച സതീദേവിയുടെ അടുത്ത ജന്മമാണ് ശൈലപുത്രി. ശൈലപുത്രിയായ പാർവതി ദേവിയെ ബാലസ്വരൂപത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ചെയ്യേണ്ടത്. മുൻ ജന്മത്തിലെ സതീദേവിയെ പോലെ ഈ ജന്മത്തിലും ദേവി പരമശിവന്റെ അർദ്ധാംഗിനിയാണ്. ദേവിയുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദേവി ആദ്യം ദക്ഷ പ്രജാപതിയുടെ മകളായാണ് അവതരിച്ചത്. സതി സാത്വിക ഭാവം ഉണർത്തുന്നവൾ എന്നാണ് അവരുടെ നാമം. ദക്ഷന്റെ യാഗഭൂമിയിൽ ഭർത്താവ് പരമശിവൻ അപമാനിക്കപ്പെട്ടപ്പോൾ സതി അഗ്നിയിൽ ആത്മത്യാഗം ചെയ്യുകയായിരുന്നു. പിന്നീട് ദേവി പർവ്വതരാജനായ ഹിമവാന്റെ മകളായി വീണ്ടും അവതരിക്കുന്നു. പർവ്വതരാജാവിന്റെ മകളായതിനാൽ അവളെ പാർവതി എന്നും ഹിമവാന്റെ മകളായതിനാൽ ഹൈമവതി എന്നും വിളിക്കപ്പെടുന്നു. പ്രാർത്ഥനാ മന്ത്രം. വാഞ്ചിതാർത്ഥപ്രദേ ദേവി ശൈലപുത്രീ നമോസ്തുതേ. നവരാത്രിയുടെ ആദ്യ ദിവസത്തെ പ്രാധാന്യം. നവദുർഗകളിൽ ഒരാളായ ശൈലപുത്രി ഭാഗ്യവും സമൃദ്ധിയും നൽകുന്ന ദേവിയായി വിശ്വസിക്കപ്പെടുന്നു. ഭക്തർ അവരെ പ്രകൃതി മാതാവായി ആരാധിക്കുന്നു. കൂടാതെ എല്ലാ ഭാഗ്യങ്ങളുടെയും ദാതാവായ ചന്ദ്രനെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ദേവി. ശൈലപുത്രിയെ ഭക്തിപൂർവ്വം ആരാധിക്കുമ്പോൾ ചന്ദ്രദോഷങ്ങൾ മാറ്റാനാകും എന്നാണ് വിശ്വാസം. നവരാത്രിയുടെ ആദ്യ ദിവസത്തെ ആരാധനാ രീതി.
9 ദിവസങ്ങൾ നീളുന്ന നവരാത്രിയുടെ ആദ്യ ദിനത്തിൽ ദുർഗയെ ശൈലപുത്രിയായി ആരാധിക്കുകയും അവരവരുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുലർച്ചെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയായ ശേഷം വീടും പൂജാമുറിയും വൃത്തിയായി അലങ്കരിക്കുകയാണ് ആദ്യം വേണ്ടത്. ദേവിയുടെ ഒരു വിഗ്രഹം വച്ച ശേഷം ശുഭമുഹൂർത്തം നോക്കി ഒരു ശുദ്ധമായ സ്ഥലത്ത് ഘടസ്ഥാപനം അല്ലെങ്കിൽ കലശം സ്ഥാപിക്കുന്നതിലൂടെയാണ് പൂജകൾ ആരംഭിക്കുന്നത്. 9 ദിവസവും ഇതിനു മുന്നിൽ വിളക്ക് തെളിയിക്കുന്നു. നവരാത്രിയിലെ പ്രധാന ആചാരങ്ങളിൽ ഒന്നാണ് ഈ കലശം സ്ഥാപിക്കൽ. അതിനു പുറമെ മൺചട്ടിയിൽ മണ്ണ് നിറച്ച് ബാർലി വിതയ്ക്കുന്നു. ഗംഗാജലം നിറച്ച ഒരു കലശത്തിൽ കുറച്ച് നാണയങ്ങൾ, വെറ്റില, അക്ഷതം അതായത് പച്ചരി, മഞ്ഞൾപ്പൊടി എന്നിവ ഇടുന്നു. കലശത്തിന് ചുറ്റും 5 മാവിലകളും അതിനു മുകളിൽ ഒരു തേങ്ങയും വയ്ക്കുന്നു. തുടർന്ന് ഭക്തർ ശൈലപുത്രിയായ ദേവിക്ക് സമീപം എണ്ണവിളക്ക്, ധൂപം, പൂവുകൾ, പഴങ്ങൾ, മധുര പലഹാരങ്ങൾ എന്നിവ സന്നിവേശിപ്പിക്കുന്നു. കൂടാതെ നാടൻ നെയ്യിന്റെ പ്രത്യേക വഴിപാടുകളും ദേവിക്ക് സമർപ്പിക്കുന്നു. ആദ്യം പറഞ്ഞ മന്ത്രങ്ങൾ 108 പ്രാവശ്യം ചൊല്ലിയ ശേഷം ഇനി പറയുന്ന മന്ത്രങ്ങൾ കൂടി ചൊല്ലി ആ ദിവസത്തെ പൂജ അവസാനിപ്പിക്കുന്നത് നല്ലതാണ്. ഓം ജയന്തി മംഗള മന്ത്രം. ഓം ജയന്തി മംഗളകാളി ഭദ്രകാളി കപാലിനി ദുർഗാക്ഷമ ശിവധാത്രി സ്വാഹ സ്വധ നമോസ്തുതേ. അടുത്ത മന്ത്രം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഭയഭക്തി ബഹുമാനത്തോടെയും ആത്മാർത്ഥതയോടെയും കൂടി പ്രാർത്ഥിക്കുന്ന ഏതൊരാൾക്കും ദേവിയുടെ അനുഗ്രഹം വളരെ പെട്ടെന്ന് സ്വായത്തമാക്കാൻ ഈ 1-ാം ദിവസത്തെ ആരാധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.